CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ടിയെ ചോദ്യം ചെയ്യാനുള്ള വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുകയാണ് ഇഡി. CMRL നിന്ന് ലഭിച്ച 2.78 കോടി വിനിയോഗിച്ചത് എങ്ങനെയെന്ന് വ്യക്തത തേടും. പണം ഉപയോഗിച്ച് സ്വത്ത് സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാനും നീക്കമുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങൾ വെച്ചിരുന്നു. വിപിൻ, ആ വിഷയത്തിൽ ഇഡി ഹൈക്കോടതിയിൽ നിന്നുള്ള ആദ്യ അനുവാദം കിട്ടിയത് മുതൽ വളരെ വേഗതയിൽ റെയ്ഡടക്കം, പിന്നീട് സമൻസ് അയക്കലടക്കം, കോടതിയിൽ നിന്ന് രേഖ ആവശ്യപ്പെടലടക്കം വളരെ വേഗതയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് കണ്ടെത്തിയാൽ കണ്ടുകെട്ടലടക്കം പ്രതീക്ഷിക്കണം, അല്ലേ വിപിൻ? അതെ, ഗുഡ് മോർണിംഗ് ആഷ്മി, പ്രവിത. ഈ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് വിശദമായിട്ടുള്ള ഒരു ചോദ്യാവലി തന്നെ തയ്യാറാക്കുകയാണ് ഇഡി. വെള്ളിയാഴ്ച 10:30 ഹാജരാകാനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. പ്രധാനമായും 2,78,00,000 രൂപയാണ് CMRL നിന്ന് എക്സാലോജിക്കിന് ലഭിച്ചത്. ഈ തുക ഉപയോഗിച്ച് ഇതാണ് ഒരു കൈക്കൂലി പണം എന്നുള്ള നിലയ്ക്ക് മാസപ്പടിയായി ഇഡി കണക്കാക്കുന്നത്. ഈ തുക ഉപയോഗിച്ച് എന്താണ് ചെയ്തത്, അതുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നുണ്ടെങ്കിൽ അത് കണ്ടുകെട്ടുന്നതിനുള്ള നീക്കമായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. ഈ തുക എവിടെ വിനിയോഗിച്ചു എന്നതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത ഈ ചോദ്യം ചെയ്യലിൽ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ ശശിധരൻ കർത്തയുടെ തന്നെ മറ്റൊരു കമ്പനിയിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. ഏകദേശം 50 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വായ്പ ലഭിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം, അതിന്റെ തിരിച്ചടവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ചോദിച്ചറിയാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ഏത് രീതിക്കാണ് അത്രയും തുക ലഭിച്ചത്, അതിന്റെ തിരിച്ചടവ് എങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ. മറ്റൊന്നുള്ളത്, ഈ എക്സാലോജിക്കുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയിരുന്നു. ഈ കരാർ ഉണ്ടാക്കിയത് അന്ന് ഉണ്ടായിരുന്ന മറ്റ് കരാർ കമ്പനികളെ സംബന്ധിച്ച് ഉയർന്ന തുകയ്ക്കാണ് എന്നുള്ളത് ഈ കേസ് ആദ്യം അന്വേഷിച്ച SFIOയുടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിൽ സംബന്ധിച്ചും ഒരു വ്യക്തത വരുത്തും. 134 രേഖകൾ SFIOയിൽ നിന്ന് ഇഡി ഏറ്റവും അത്യാവശ്യമായി തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഇഡിക്ക് കൈമാറണം എന്നുള്ളത് കോടതി ഉത്തരവായിരുന്നു. അതിനുശേഷം ഇനി അത് വൈകാതെ തന്നെ ഇഡിക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് കൂടി വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും പ്രധാനമായും നടക്കുക. അപ്പോൾ ഇനി CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ SFIOയിലൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി കൂടി വെച്ചുകൊണ്ട് ഇവയെല്ലാം തന്നെ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു നോക്കൽ കൂടി ഈ വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ ഉണ്ടാകും. അന്ന് 9 പേരോടാണ് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്, ശശിധരൻ കർത്തയടക്കം. അതല്ലാതെയുള്ള CMRLന്റെ മറ്റ് ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യാനാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത ആഴ്ച തന്നെ അവർക്ക് സമൻസ് അയക്കാനും അവരെ വീണ്ടും ചോദ്യം ചെയ്യാനുമായിരിക്കും ഉദ്ദേശിക്കുക. ഇതൊക്കെ തന്നെ പ്രാഥമികമായി SFIO എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് മൊഴികളുണ്ട്, വീണ ടിയുടെ ഉൾപ്പെടെയുള്ള മൊഴികളുണ്ട്. അവ ഈ രേഖകളായി ഇഡിക്ക് മുൻപിൽ എത്തുമ്പോൾ അതുകൂടി വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാവുക. വിശദമായ ചോദ്യാവലി ഇതിനോടകം തയ്യാറായി കഴിയുകയും ചെയ്തു. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.